ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് ആണ് ഞായറാഴ്ച എണ്ണീറ്റത്. എന്തായാലും വേറെ ജോലിക്കൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഞായറാഴ്ച ചിലപ്പോഴൊക്കെ ലേറ്റായിട്ടാണ് എണ്ണീക്കുന്നത്. ഇന്നാണെങ്കിൽ നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ, രാത്രിയൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇത് എണ്ണീറ്റ് വന്നപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ നല്ല നനഞ്ഞ് കിടക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഫസ്റ്റ് പരിപാടി കുക്കിങ്ങാണ്. ചായ വയ്ക്കാവേ. കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഒന്ന് അമ്പലത്തിൽ പോയാൽ കൊള്ളുന്നുണ്ട്. എൻ്റെ ഫോണിനാണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ ആദ്യമേ തന്നെ ചായ വെക്കാനാണ് കേട്ടോ കയറിയത്. അപ്പോൾ നമുക്ക് ചായ ഇടാം കേട്ടോ. കട്ടൻ ചായ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അമ്പടിക്ക് കട്ടൻ ചായയാണ്. നമുക്ക് പാൽ ചായ വെക്കാം. ഇവിടെ ഇപ്പോൾ പാൽച്ചായ കുടിക്കുന്നവരാണ് ഞാൻ മാത്രമാണ്. വന്നിപ്പോൾ കുഞ്ഞാറ്റയ്ക്കും പാൽച്ചായോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ മാത്രമേ പാൽച്ചായ കുടിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ 2 തരം ചായ ഇല്ലാതെ പറ്റത്തില്ല. എടി കപ്പ അടുപ്പ് വെച്ചിട്ട് പോയാൽ പോരെ? കപ്പ വെച്ചിട്ട് പോയാൽ പോരെ? ആ പിന്നെ വന്നിട്ട് വെക്കാനോ? ഓട്ട് വരുമ്പോഴത്തേക്കും പിന്നെ പണിയെടുക്കാൻ മടിയാണ്. എവിടെ? അമ്പലത്തിലോ? അമ്പലത്തിൽ താമസം വരാം. അയ്യോ, അടുപ്പേ വെച്ചിട്ട് പോകാനല്ല, കപ്പ വേവിച്ചിട്ട് പോവാനായിട്ട്. അതപ്പോ ഞാൻ കുളിച്ചിട്ട് സമയത്ത് കപ്പയൊക്കെ വെന്തോളൂല്ലോ. വന്ന് കഴിഞ്ഞിട്ട് വേവിക്കാൻ നിൽക്കണ്ടല്ലോ. കപ്പ വെക്കാം കേട്ടോ. കപ്പയും തൈരും. മീൻ മേടിക്കുന്നുണ്ടോ നീ? ആ ശരി. അപ്പം അമ്പാടിക്ക് കപ്പയും ചിക്കനും, നമുക്ക് കപ്പയും തൈരും. നമുക്ക് നോൺ വെജ് വെച്ചുവിടാം. വെള്ളമൊക്കെ ഞാൻ മറ്റേ ഗ്യാസ് കുറ്റിട്ട് ചെവിക്കാത്തോണ്ട് സൗണ്ട്. കപ്പ പൊളിക്കാവേ. ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ മതി എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കപ്പയൊക്കെ പൊളിച്ച് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടി നോക്കുകയാണ്. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആവും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അപ്പോഴേക്കും പിന്നെ മടി പിടിക്കും. അപ്പം അതുകൊണ്ട് എന്തായാലും രാവിലെ കുറച്ച് സമയമുണ്ട്. അപ്പോൾ കപ്പയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. കപ്പയ്ക്കുള്ള വെള്ളം നമ്മൾ ആദ്യമേ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കപ്പയെല്ലാം പൊളിച്ച് കഴുകി അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊത്തി വേവിക്കാനാണ് പോകുന്നത്, തേങ്ങ അരച്ച്. അപ്പോൾ അതും എനിക്ക് മീൻ കൂട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ തൈര് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ തൈര് കൂട്ടിയിട്ട് കപ്പ കഴിക്കാനായിട്ട്. അപ്പോൾ അമ്പാടിക്ക് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ മതിയെന്ന് പറഞ്ഞു. അവന് പിന്നെ നോൺ വെജ് ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിക്കൻ മതിയെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ടാണ് അവൻ കഴിച്ചു കേട്ടോ. പാത്രമൊക്കെ കഴുകാനായിട്ട് അവൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം കപ്പയ്ക്ക് നേരം അരച്ചിടാനായിട്ടാണ് നോക്കിയത് കേട്ടോ. ഈ കപ്പയുടെ കലം ഉണ്ടല്ലോ, ഒരു തവണ ഇതിന് താഴെ പോയതാണ്. ഇതിൻ്റെ വാവട്ടം കുറച്ച് ചളങ്ങിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ചളിങ്ങാണ് ഇപ്പോൾ അതിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ച പണിയാണ് ഈ കുഞ്ഞാറ്റെ പല്ല് തേപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അവളുടെ പല്ലൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തേപ്പിക്കാൻ അവളങ്ങനെ സമ്മതിക്കാറില്ല. കുറച്ച് സെൻസറി ഇഷ്യൂസൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവളെ പല്ലൊക്കെ തേപ്പിക്കണത്. എന്തായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ വന്നിട്ടുണ്ട്. ഇനി കുളിക്കാൻ അമ്പലത്തിൽ പോവാം. പക്ഷെ മഴയാണ്. നീ കാറൊന്ന് സ്റ്റാർട്ടാക്കി നോക്കൂ. കാറാണ്. പിന്നെ എങ്ങനെ പോകും നമ്മൾ? മഴ നനഞ്ഞ് പോകാനോ? എടി മഴ നനഞ്ഞ് പോകാനാണോ? മഴ നനഞ്ഞ് പോകാനോ? മഴ വീണ്ടും പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വേഗം കുളിച്ച് വിളക്കെത്തിക്കാനാണ് നോക്കുന്നത് കേട്ടോ. മഴ കുറയുന്നതനുസരിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ കുളിച്ച് വേഗം വിളക്കെല്ലാം കത്തിച്ചു. വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ റെഡിയായി വന്നപ്പോഴേക്കും ഒരുവിധം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റേനെ ഒന്ന് ഒരുക്കി
സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് റെഡിയാവും. ഞാൻ റെഡിയായി കഴിഞ്ഞാൽ അവളെ റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവളെൻ്റെ മുടിയെല്ലാം വലിച്ചു പറിക്കും. പിന്നെ പൊട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് കളയും. നമുക്ക് പൊട്ട് തൊടുന്നത് മുടി ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലും പൊട്ടിരിക്കുന്നത് കണ്ടാലും അവൾ അതെല്ലാം എടുത്ത് കളയും. അപ്പോൾ ആദ്യം അവളെ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഒരുങ്ങാമല്ലോ. അപ്പോൾ അവളെ ഉടുപ്പൊക്കെ ഇടിച്ചിട്ടൊന്ന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം റെഡിയാവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവൾ വന്ന് ക്യാമറയിലേക്കൊക്കെ നോക്കി ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അവൾക്കിങ്ങനെ ഈ ഫോണിൽ നോക്കി ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി അത് വന്ന് സ്വന്തം മുഖം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പൊട്ടുകാവേ. 10 മണിയായി. അമ്പലം അടച്ചു ഇല്ലെന്നുള്ള അറിയില്ല. താക്കോൽ ചോദിക്കുന്നത് പോയിട്ടുണ്ടോ? നമ്മൾ നടക്കാവ് ദേവീ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നവരാത്രിയുടെ ഒക്കെ സമയമായതുകൊണ്ട് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വേഗം അമ്പലത്തിലേക്ക് കയറി ഒന്ന് തൊഴുത് ഇറങ്ങി. ഞാറ്റിക്കുണ്ടല്ലോ കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവൾ നടക്കാൻ തുടങ്ങിയത്. അവൾക്ക് അങ്ങനെ നമ്മൾ നടക്കുന്നവർ അത്ര പെർഫെക്റ്റായിട്ട് നടക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ മണലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ അവളെ തനിയെ നടത്തും. അവൾ എന്നാലും ഓടി ഓടി വന്ന് നമ്മുടെ കയ്യിലേക്ക് പിടിക്കും കേട്ടോ. വീടുമെന്ന് ആൾക്ക് ഭയങ്കര പേടിയാണ്. ഈ സമയത്തൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് എല്ലായിടത്തും ഒന്ന് തൊഴാൻ പറ്റി. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ വണ്ടിക്ക് പെട്രോളും കൂടെ അടിച്ചിട്ടാണ് കേട്ടോ വന്നത്. കാപ്പി കുടിക്കുന്നതിന് മുന്നേ കുറച്ച് ഐസ്ക്രീം കഴിക്കാം. ഇന്നലെ മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇനി എനിക്ക് ക്ഷമയില്ല. അതുകൊണ്ട് എടുത്തു ഓയിൽ മറ്റേ ചട്ടിക്കെട്ട് വേണേൽ ഓയിൽ ഇരിപ്പുണ്ട്. ഇത്ര ഞാൻ ഫിനിഷ് ചെയ്തു. കാപ്പി കുടിച്ചിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിക്കാം. മൊത്തം എടുത്ത് അഴുക്കായി പോയില്ലല്ലോ. എനിക്കല്ല നല്ല വെയിലുണ്ട് കേട്ടോ. ഇത്ര നേരം മഴ മൂടിലായിരുന്നു. ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടെ. നമ്മൾ കാപ്പി കുടിക്കുമ്പോഴേക്കും ഒരു 11-11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പതുക്കാണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നത്. അത് കഴിക്കുകയാണ്. കപ്പ കപ്പയ്ക്ക് ഇത്തിരി എരിവ് കൂടുതലായിരുന്നുകൊണ്ട് അവൾ കപ്പ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഇടിയപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതാണ് കഴിച്ചത്. നമ്മൾ കപ്പയും കഴിച്ചു കേട്ടോ. അയ്യോ ഞാനെങ്ങനെ കടക്കൂടി അങ്ങോട്ട് ചാട്ടം ഞാൻ അങ്ങോട്ട് തന്നെ എന്താ വെള്ളപ്പാൻ്റാണോ? അതെ വെള്ള പാൻ്റൊക്കെ ഇട്ടുണ്ട്. പാടത്തോട്ട് വന്ന് എന്നെ സമ്മതിക്കണം അല്ലേ. ഈ പാൻറ്റ് മാറ്റിയിട്ട് വേറെ പാൻറ്റിന് വരേണ്ടതായിരുന്നു. നമ്മുടെ വീടിനടുത്തുള്ള പാടാണ് കേട്ടോ. ഞാനാകെ 1-2 തവണ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ നല്ല സ്ഥലം. ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചുമ്മാ പാടത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരിവിടെ മീൻ പിടിക്കാനായിട്ട് വലയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ വല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇറക്കി വയ്ക്കും. അപ്പോൾ അതിലേക്ക് മീൻ വന്ന് കയറും. അപ്പോൾ അതൊക്കെ വെക്കുന്നത് കാണാമെന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയതാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല വെയിൽ വെയിലുണ്ടെങ്കിലും പക്ഷേ നമുക്ക് വെയിൽ അറിയാൻ പറ്റത്തില്ല. നല്ല കാറ്റ് വീശണം. കൊങ്ങിണിപ്പൂ അല്ല കൊങ്ങിണിപ്പൂ അല്ല കമ്മല് പൂ. ചെവി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എനിക്ക് വട്ടാണ്. കള്ളാടി
ജോലിയില്ലാത്ത ദിവസങ്ങളിലെ ഏറ്റവും പ്രധാന പരിപാടി എന്ന് പറയുന്നത് തുണി അലക്കും ഉണക്കുമാണ്. അപ്പോൾ ഇന്നും പതിവ് തെറ്റിക്കാത്ത ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അലക്കി വിരിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, മഴ മൂടലുമുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും കാറ്റടിച്ച് വെള്ളം വലിയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എല്ലാം അലക്കി ടെറസിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നാൽ മേനയ്ക്ക് പോകാമെന്നൊരു പ്ലാൻ ഇട്ടു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴി പുതിയകാവ് എത്തിയപ്പോഴേക്കും ഉഗ്രം മഴ. പോകുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നു. എന്തായാലും മഴ കാരണം മേനയ്ക്ക് കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണമല്ലോ. ഫുഡും കഴിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ലൈം ഉണ്ടാക്കി കുടിക്കാൻ ഞാൻ. പിന്നെ നമുക്ക് അപ്പം വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ. താങ്ക് യു. ചോറ് വെച്ചില്ലായിരുന്നു കേട്ടോ. ചോറ് വെക്കാത്തതുകൊണ്ട് നാരങ്ങ വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കളർ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് മാതളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രഷ് ലൈം ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റിയാണ് കേട്ടോ. പഞ്ചസാര അത് പിന്നെ മാതളം ഇട്ടുകൊണ്ട് ഭയങ്കര പുളിയാണ്. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർത്താലേ ടേസ്റ്റ്. താങ്ക് യു. യെസ്. ഇഞ്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ. അപ്പം നമ്മളൊരു 3-3:30 സമയമൊക്കെ ആയി കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും. കാപ്പി കുടിച്ചത് ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.